ഹലോ ഗായ്സ്, ഇന്നത്തെ ഈ ഒരു സൺഡേയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ആർക്കും വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തൊരു ഫുൾ ഫ്രീ സൺഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ നേരത്തെ തന്നെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോയി. പിന്നെ ഇന്ന് വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മച്ചനും അമ്മമ്മ, അതായത് അമ്മയുടെ അച്ഛനും അമ്മയായിരുന്നു ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന ഗസ്റ്റ്. അപ്പോൾ ഇന്ന് അവർ വന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയുള്ള ഒരു സൺഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ സൺഡേയുടെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ നേരത്തെ തന്നെ എണീറ്റ് ഞങ്ങൾ 2 അമ്പലങ്ങളിലാണ് പോയത്. ഒന്ന് ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിലും പിന്നെ ഇന്ത്യനൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വേറൊരു അമ്പലത്തിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ 2 അമ്പലങ്ങളിലും പോയി തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. വീട്ടിൽ വന്ന് കഴിക്കാനായിരുന്നു പ്ലാന്. വീട്ടിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടൊക്കെ വേണം കഴിക്കാൻ. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ഇന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഹോട്ടലിൽ കയറിയത്. അപ്പോൾ വീട്ടിൽ പോകണ വഴി, അതായത് ഞങ്ങൾ 2 അമ്പലങ്ങളിലും പോയി വീട്ടിലേക്ക് തിരിച്ചു പോകണ വഴി ഇന്നിപ്പോൾ അമ്മച്ചനും അമ്മമ്മയൊക്കെ വരുമല്ലേ, അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ ഇതിനുള്ള സാധനങ്ങളും ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വരുന്ന വഴി വാങ്ങി. അങ്ങനെ വീട്ടിലെത്തി എല്ലാം ഒന്ന് പോയി വന്നതിന് ക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടി കുറച്ച് നേരം ഇരുന്നു. പിന്നെ ആകെ ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു അവൽ മിൽക്കൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഇങ്ങനെ ചില്ല് ചെയ്ത് കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഒരിത്തിരി നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അത് അടുത്ത പരിപാടിയിലേക്ക് കടക്കുവാണ്. ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യലിനുള്ള പുറപ്പാടാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ ഉണ്ടായിരുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാവരും ഫേവറേറ്റ് ആണ്, അതുകൊണ്ടാണ് ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കിയത്. അപ്പോൾ അമ്മ അതിൻ്റെ പുറപ്പാടിലാണ്. അപ്പോൾ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. പിന്നെ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും ഇന്ന് അമ്മേൻ്റെ കൂടി ഞാനും അമ്മയും കൂടെയാണ് ഇന്ന് കുക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിച്ചിരിക്കുമ്പോൾ മാത്രമേ അമ്മേനെ ഹെൽപ്പ് ചെയ്യാനെന്ന് പറഞ്ഞ് ചെല്ലാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മടി പിടിച്ച് ഇരിപ്പായിരിക്കും. വേറെ എന്തെങ്കിലും പരിപാടി പറഞ്ഞ് മുങ്ങി നടക്കാറാണ്. പിന്നെ ഇന്നിപ്പോൾ വേറെ വഴിയൊന്നുമില്ല, വേറെ നേരം പോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ടൈം പാസ് ആവണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് അമ്മയുടെ കൂടെ കൂടിയത്. അങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു നല്ല മനസ്സ് തോന്നിയിട്ട് അമ്മനെ പോയി ഹെൽപ്പ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറി ഇങ്ങനെ തകൃതിയായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഞങ്ങളത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അച്ഛൻ ആ സമയത്ത് എന്തോ പെട്ടെന്ന് ആരോ ട്രിപ്പൊക്കെ വിളിച്ചപ്പോൾ എന്തായാലും ഇന്ന് വേറെ പരിപാടികളൊന്നുമില്ല, അപ്പോൾ ലോങ്ങൊന്നുമല്ല, ഇവിടെ അടുത്തേക്ക് തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയിട്ട് പിന്നെ ഏകദേശം ഉച്ചയൊക്കെ ആവാൻ നേരത്താണ് വന്നത്. ഞാൻ ഉച്ചയ്ക്ക് ചോറ് ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ എത്തിക്കോളാം, നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടെ, ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ മുങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ അച്ഛൻ പോയി. പിന്നെ പിന്നെ വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല, ബോറടിച്ച് അവരങ്ങനെ അവൻ്റെ പരിപാടികളായിട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മയും ഇന്ന് ഏകദേശം ഒരു ഉച്ച വരെയൊക്കെ ഞങ്ങൾ ഇന്ന് അടുക്കളയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് അന്ന് എല്ലാവരും കൂടെ കൂടിയിട്ടാവുമല്ലോ. അപ്പോൾ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കുണ്ട്. പിന്നെ അമ്മമ്മയും അമ്മച്ചനും വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഞങ്ങൾ. അപ്പം അങ്ങനെ എല്ലാം അങ്ങനെ കൂളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏകദേശം ഒരു ഉച്ചയായിട്ടില്ല, ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ വന്നു. അമ്മമ്മയും അമ്മച്ചനും എത്തി. അപ്പോൾ അവർ വന്ന് ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. പിന്നെ അവർക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഒരുപാട് നേരം അവർ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഓളാണ്. പിന്നെ ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വീട്ടിലോട്ട് വരുമ്പോഴാണ് ഞങ്ങൾക്കും കുറച്ചും കൂടെ നമ്മൾ എനർജറ്റിക് ആവുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഭയങ്കര രസമായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇന്നത്തെ ദിവസം.
പിന്നെ ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഈ ഇന്ത്യനൂർ എന്ന് പറയുന്നത് ഇന്ത്യനൂർ കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് അമ്മയുടെ വീട്. അപ്പോൾ അവർ എന്തായാലും അവിടം വരെ പോവുമല്ലേ, അപ്പോൾ എന്തായാലും അവർ വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ അവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ അമ്മച്ചനും അമ്മമ്മയ്ക്കും വേറെ എവിടേക്കോ പോയി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം, അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ ഏകദേശം 11:30 ആയിരുന്നു അവർ വീട്ടിലോട്ട് എത്തിയപ്പോൾ. പിന്നെ അവർ വന്ന് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന്, പിന്നെ അമ്മമ്മ പിന്നെ ഇനി ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അമ്മമ്മയും ഞങ്ങളുടെ കൂടെ കൂടി. അങ്ങനെ പിന്നെ മെയിനായിട്ട് അമ്മമ്മയും അമ്മയും കൂടെയാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തത്. ഞാൻ ഒരു പാതി വഴി വെച്ച് നിർത്തിപ്പോയ പോലെ ഞാൻ അമ്മ നിന്നപ്പോൾ പിന്നെ മെല്ലെ അങ്ങ് സ്കൂട്ടായി. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം നിന്നപ്പോഴേക്കും എനിക്ക് ബോറടിച്ചു. അപ്പോൾ അവരെ ചടച്ചപ്പോൾ ഞാൻ മെല്ലെ അവിടെ നിന്ന് മുങ്ങിയതാണ്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കൊന്ന് തലയിട്ട് നോക്കാൻ ചെല്ലുന്നേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ അന്ന് അവർ തന്നെയായിരുന്നു. പിന്നെ അമ്മയും മോളും കൂടെ കുറേ നേരം ഫുഡ് ഉണ്ടാക്കുന്നതിനിടയിലുമൊക്കെ കുറേ നാട്ടുവർത്താനങ്ങളും പരദൂഷണങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ നേരം കളയായിരുന്നു. പിന്നെ ഞാനും നേരെ അമ്മച്ചൻ്റെ അടുത്ത് പോയിരുന്നു. അമ്മച്ചൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെ കുട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഞാനും കുട്ടും കൂടെ കുറച്ച് നേരം ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ ഇരുന്ന് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവരിങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെയും ടൈം ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അച്ഛൻ എപ്പോഴൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവർ വന്ന് കുറേ കഴിഞ്ഞിട്ടാണ് അച്ഛൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ദിവസങ്ങളിങ്ങനെ ഇന്നത്തെ ഈ ഒരു സൺഡേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അമ്മയെ പ്രത്യേകിച്ച് നമ്മൾ നോട്ട് ചെയ്യണം. കാരണം അമ്മ പതിവ് പോലെ തന്നെ അമ്മയുടെ പരീക്ഷണശാലയായ അടുക്കളയിൽ ഇങ്ങനെ തലകുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ അവരുടേതായിട്ട് പോന്നു. പിന്നെ കുട്ടു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അവനും ബോറടിച്ച് തുടങ്ങി. വേറൊന്നും പരിപാടികളൊന്നുമില്ല. അപ്പോൾ അവനും അമ്മച്ചനും കൂടെ അവിടെ ഇരുന്ന് TV കാണുമായിരുന്നു. ഞാനും കുറച്ച് നേരം പിന്നെ ഫോണിലൊക്കെ കളിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം TV ഒക്കെ കണ്ടു. പിന്നെ കുട്ടൂൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു. അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ പോയിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കും, പിന്നെയും പോരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നിന്ന് തലയിട്ട് നോക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനും പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ ഇരിക്കുമായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് പിന്നെ ലാഗൊന്നും വന്നില്ല. പിന്നെ അവർ വന്നപ്പോഴേക്കും ഏകദേശമൊക്കെ റെഡി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ലാഗൊന്നും വന്നില്ല. കൃത്യസമയത്ത് തന്നെ ഫുഡൊക്കെ റെഡിയാക്കാൻ പറ്റി. പിന്നെ ഫുഡ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ വരുന്നത്. അച്ഛൻ പറഞ്ഞ വാക്ക് വലിച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കാനാകുമ്പോഴേക്കും ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ സമയത്ത് തന്നെ കൃത്യസമയത്ത് അച്ഛൻ വീട്ടിലെത്തിയിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ, ഞാനും കുട്ടും അമ്മയും അച്ഛനും പിന്നെ അച്ഛനും അച്ഛമ്മയും പിന്നെ അമ്മമ്മയും അമ്മച്ചനും ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് ഇന്നത്തെ ലഞ്ച് കഴിച്ചത്. അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ ഫുൾ വയറ് നിറച്ച് കഴിച്ച് അതിൻ്റെ ഹാങ് ഓവറിലത് എല്ലാവരും ഓരോ മൂലയിലിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കുറേ നേരം ഞങ്ങൾ ക്ഷീണിക്കാൻ വേണ്ടിയിട്ട് അവിടെ
പിന്നെ ഒരുപാട് സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി ഒക്കെ ആയപ്പോഴേക്കിനും അമ്മച്ചനും അമ്മമ്മയും വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ അവർ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും ഞാൻ വരാമെന്ന് ടൗണിലൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനും അങ്ങനെ പോയി. പിന്നെ വൈകുന്നേരത്തെ കുളിയും ഒക്കെ ആയിട്ട് കുളിയും വിളക്കെത്തിക്കലും എല്ലാം കഴിഞ്ഞ് അപ്പോഴാണ് അച്ഛമ്മ താഴത്തെ നിന്ന് ചക്കയും കൊണ്ട് വരുന്നത്. അതാണ് വേറൊരു കാര്യം പറയാനുള്ളത്. കാരണം ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഫസ്റ്റ് ചക്കയാണ് കിട്ടുന്നത്. ഫസ്റ്റായിട്ട് കിട്ടുന്ന ചക്കയാണ്. നല്ല അടിപൊളി പഴുത്ത ചക്കയായിരുന്നു. നല്ല സ്വീറ്റായിട്ടുള്ള ചക്കയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ആ സമയത്ത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ഒരു മുത്തശ്ശിയും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ഇരുന്നിട്ടാണ് വൈകുന്നേരം ചായ കുടിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സൺഡേയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.